ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണേന്ന് വെച്ചാൽ വെണ്ടയ്ക്ക വെച്ചിട്ട് എങ്ങനെയാണ് വെണ്ടയ്ക്ക മോരുകറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു 4-5 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനാണ്. അത് എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ആ പശ ഇല്ലാണ്ട് നമ്മൾ എണ്ണയിൽ തന്നെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ പിശൊക്കെ മാറി കിട്ടുക. അത് കഴിഞ്ഞിട്ട് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് ഒരു ഉള്ളി, പിന്നെ പച്ചമുളക്, കരിയാപ്പില, വറ്റൽ, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ താളിക്കാനായിട്ട് കടുകും ഇച്ചിരി ഉലുവയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും. ഇത്രയാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. എന്നിട്ട് നമ്മളൊരു ചട്ടി എടുക്കുക. അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് വറ്റലും കടുകും ഉലുവയും ഒക്കെ ഇട്ടൊന്ന് താളിക്കണം. നമ്മൾ താളിച്ചെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് ചേർത്ത് അതൊന്ന് ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ലപോലെ എടുത്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മളിതിനകത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് പാകത്തിന് ഉപ്പിട്ടാൽ മതി. പിന്നെ നമ്മൾ തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്ന് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ നല്ലപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ, ആ വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കണം. ആ പശ അതിനകത്ത് തന്നെ മാറിക്കിട്ടും. അതുകൊണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ പശപ്പ് ഉണ്ടാകത്തില്ല. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനായിട്ട് നമ്മൾ പിന്നെ തൈര് നമ്മുടെ പാകത്തിന് നമ്മുടെ ആവശ്യത്തിനുള്ള തൈര് എടുത്ത് വെച്ചിട്ടുണ്ടാവും. ആ തൈര് അടിച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തൈര് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് ചൂടിലാട്ടോ മിക്സ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ അത് തിരഞ്ഞു പോവും. അതുകൊണ്ട് അതൊരു ചെറിയ ചൂടിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറിയ തീയിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആ തൈര് നമുക്ക് പിരിയാതെ ഇരിക്കുക, അല്ലെങ്കിൽ പിരിഞ്ഞു പോവും. പിന്നീട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് കിളറി കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഇനി ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ വെണ്ടയ്ക്ക മോരുകറി ഇവിടെ റെഡിയായി കിട്ടി.